ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിച്ചേ. പൊട്ടാസ്യം പ്ലസ് ക്ലോറിൻ ഗിവ്സ് പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലേ. K plus Cl2 gives KCl. അടുത്ത നോക്കി, അലുമിനിയം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് ഹൈഡ്രജൻ പ്ലസ് അലുമിനിയം ട്രൈക്ലോറൈഡ് അല്ലേ. അതുപോലെ N2 plus F2 gives NF3. നൈട്രജൻ പ്ലസ് ഫ്ലോറിൻ ഗിവ്സ് നൈട്രജൻ ട്രൈഫ്ലോറൈഡ്. അടുത്തത് നൈട്രജൻ പ്ലസ് ഹൈഡ്രജൻ ഗിവ്സ് അമോണിയ അല്ലേ. N2 plus H2 gives NH3. ഇതെല്ലാം ബാലൻസ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പൊ അടുത്ത് നോക്കിയേ, P4 ഫോസ്ഫറസ് പ്ലസ് ഓക്സിജൻ ഗിവ്സ് ഫോസ്ഫറസ് പെന്റോക്സൈഡ്. Rubidium nitrate plus beryllium fluoride gives beryllium nitrate plus rubidium fluoride. അടുത്ത AgNO3 silver nitrate plus copper gives copper nitrate plus silver. Next NH3 ammonia. Ammonia plus sulfuric acid അല്ലേ. H2SO4 sulfuric acid gives ammonium sulfate. അടുത്ത എന്താണ്, sodium triphosphate plus calcium chloride gives sodium chloride plus പറഞ്ഞേ കാൽസ്യം ട്രൈഫോസ്ഫേറ്റ്. അടുത്ത CH4 മീഥേൻ പ്ലസ് O2 gives കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. ഈ ഇക്വേഷനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. വെൽക്കം ടു സന്തോഷ് സാൻഡോസ്. I am Santosh. I am here mentioning about how to balance the chemical equation. 8th standard, 9th standard, 10th standard, +1 +2 കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. CBSE, ICSE, സ്റ്റേറ്റ് സിലബസിന് ഇത് ഉപകാരമായിരിക്കും. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ. പലർക്കും ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാനെന്നും അറിയത്തില്ല. എലമെന്റിന്റെ നെയിം അറിയത്തില്ല, സിമ്പിൾ അറിയത്തില്ല, അത് വായിക്കാൻ അറിയത്തില്ല. അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, നമുക്ക് പൊട്ടാസ്യം പ്ലസ് ക്ലോറിൻ gives potassium chloride. ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാം. ഇതിപ്പോ അൺബാലൻസ്ഡ് ആണല്ലോ അല്ലേ. ഈ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ വായിക്കുന്നത് ഗിവ്സ് എന്നാണ് വായിക്കുന്നത്. ഗിവ്സ് എന്നാണ്, അതായത് പൊട്ടാസ്യം പ്ലസ് ക്ലോറിൻ ഗിവ്സ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നത് ഗിവ്സ് എന്നാണ് വായിക്കേണ്ടത്. മനസ്സിലായോ? ഇനി ചെയ്യേണ്ടത്, നമുക്കിവിടെ ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് റിയാക്ടൻസ് ആണ്. റിയാക്ടൻസ്. റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് പ്രോഡക്ട്സ് ആണ്. ഈ രണ്ട് എലമെന്റ് റിയാക്ട് ചെയ്യും, കിട്ടുന്ന റിസൾട്ട് ആണ് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് പ്രോഡക്റ്റ്. എന്താകും ഈ രണ്ടും കൂടെ ചിലപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് അല്ലേ, ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക അല്ലേ. ഇനി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അപ്പൊ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പൊ ഈ ആരോ മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ LHS എന്നും റൈറ്റ് സൈഡിലുള്ളതിനെ RHS എന്നും, അതായത് ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡിൽ എന്ത് കാണുന്നുവോ that gives RHS. ഇങ്ങനെ നമുക്ക് തിരിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് പൊട്ടാസ്യത്തിലെ ആറ്റം എത്രയെന്ന് നോക്കാം. പൊട്ടാസ്യത്തിലെ ആറ്റം എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പുറത്തുള്ളത് LHS ആരൊക്കെയുണ്ട്? പൊട്ടാസ്യം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഹിയർ ഓൾസോ പൊട്ടാസ്യം ക്ലോറിൻ. പൊട്ടാസ്യത്തിന്റെ ആറ്റം എന്ന് പറയുന്നത് 1 എലമെന്റ് അല്ല, 1 ആറ്റം. ആൻഡ് ഹിയർ ഈസ് ക്ലോറിന് എത്രയാണ്? 2 ആണ്. ഹിയർ പൊട്ടാസ്യം 1 atom, chlorine also 1. Here chlorine is not equal, so it is unbalanced equation. അപ്പോൾ ഇതിനെ ബാലൻസ്ഡ് ഇക്വേഷൻ എങ്ങനെ ചെയ്യാം അല്ലെ? ഇതിനെ ബാലൻസ് ആണ്. അപ്പൊ ചെയ്യേണ്ടത്, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 2 ആണല്ലോ, റൈറ്റ് സൈഡിൽ നമുക്ക് ക്ലോറിന് 2 ആകാം. അപ്പൊ 1 ഉണ്ട്. ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും കിട്ടുക? 2. ഓക്കെ ആണല്ലോ. അപ്പം RHSലാണ് നമ്മൾ 2 അപ്ലൈ ചെയ്തത്. RHS ഇത് എവിടെ കൊടുക്കും? മിക്ക കുട്ടികൾക്കും ഇതിൽ ഇവിടെ എവിടെയാണ് കൊടുക്കേണ്ടത്? ഇവിടെ കൊടുക്കണോ? മിക്കവാറും സബ്സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് അല്ലേ, ഇവിടെയാണോ കൊടുക്കേണ്ടത്? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, ജസ്റ്റ് യു ഡ്രോ ദ ബോക്സ് around it. Just put the box.
അത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ബാലൻസ് ഇക്വേഷൻ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ബോക്സ് ആദ്യം വരയ്ക്കുക പിന്നീട് നമുക്ക് ബോക്സ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നോക്കാം. എന്തിനാ ഈ ബോക്സ് വരച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പർ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പർ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ബോക്സ് വരച്ചു കഴിഞ്ഞാൽ എൻട്രി ചെയ്യാൻ സാധിക്കില്ല. ഇതിനകത്തുള്ള നമ്പർ നമുക്ക് വെളിയെടുക്കാൻ സാധിക്കില്ല. നമ്മൾ കൊടുക്കാൻ പോകുന്ന നമ്പർ അങ്ങോട്ട് ഉള്ളിലോട്ട് കൊടുക്കാനും പറ്റില്ല. ഇതിനിവിടെ ഒന്നും എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു ഫെൻസിങ് കെട്ടി വെച്ചിരിക്കുക, വേലി കെട്ടി വെച്ചിരിക്കുക അല്ലേ. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ അപ്പൊ ഇത് എവിടെ അപ്ലൈ എപ്പോഴും മനസ്സിലാക്കുക, അതിന്റെ കോഎഫിഷ്യന്റ്. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കും അല്ലേ. 3x എന്ന് പറയുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 3 ആണ് അല്ലേ. 3xy എന്ന് പറയുമ്പോൾ xy യുടെ കോഎഫിഷ്യന്റ് 3 അല്ലേ. അതുപോലെ നമുക്ക് കോഎഫിഷ്യന്റ് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പൊ 2 ആണല്ലോ, അപ്പൊ ഇവിടെ 2 കൊടുക്കുക. അപ്പൊ ഇവിടെ 2 കൊടുത്താൽ ഈ 2 ഈ രണ്ട് എലമെന്റിനും ബാധകമാണ്. പൊട്ടാസ്യത്തിനും ഇവൻ ആവശ്യപ്പെടും, ക്ലോറിനും ഇത് ആവശ്യമാണ്. അപ്പം പൊട്ടാസ്യം 2 ആയി അല്ലേ. പൊട്ടാസ്യം 2 ആയപ്പോൾ നമ്മളെ LHS നോക്കിയേ, പൊട്ടാസ്യം 1 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 2 മൾട്ടിപ്ലൈ. അപ്പൊ ഇവിടെ 2 കൊടുക്കുക. കോഎഫിഷ്യന്റ് കണ്ടോ, ലെഫ്റ്റിലെ നിന്ന് കൊടുക്കാൻ സാധിക്കൂ. ഇതിന്റെ ലെഫ്റ്റ് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇടയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബോക്സ് വരയ്ക്കാൻ കാരണം മിക്ക കുട്ടികളും ഇതിന്റെ ഇടയിൽ ചൊല്ലാറുണ്ട്. ഈ നമ്പറൊക്കെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ തിരികെ കയറ്റാറുണ്ട്. അങ്ങനെ ചെയ്താൽ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ഇനി കാൽക്കുലേറ്റ് നോക്കിയേ. പൊട്ടാസ്യം 2, അവിടെയോ പൊട്ടാസ്യം 2 അല്ലേ. ഇവിടെ 1 ആയിരുന്നു, നമ്മൾ കൊടുത്തപ്പോൾ പൊട്ടാസ്യം 2. അപ്പൊ ഇവിടെയും പൊട്ടാസ്യം 2 ആയി, ഇവിടെയും പൊട്ടാസ്യം 2. നോക്കി കാണുമ്പോൾ പറയാം, പൊട്ടാസ്യം 2, പൊട്ടാസ്യം 2. ഈ 2 ക്ലോറിൻ ഭാഗങ്ങൾ 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ 2. അപ്പൊ ഇത് ബാലൻസ്ഡ് ആയി. മനസ്സിലായോ? അടുത്ത ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇത് പിടികിട്ടിയല്ലോ. അടുത്ത ഇക്വേഷൻ aluminum plus HCl gives hydrogen plus Al Cl3. Aluminum plus hydrochloric acid gives what? Hydrogen aluminum trichloride. ഇവിടെ അതുപോലെ തന്നെയാണ്. This is the reactants and this is the product. അലുമിനിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈഡ്രജനും കിട്ടും, അലുമിനിയം ട്രൈക്ലോറൈഡും കിട്ടും. ഇനി ഇതിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ നോക്കാം. കണ്ടോ, ആരോ മാർക്ക് ഉണ്ടല്ലോ. This is LHS and this is RHS. ഇത് ആരോ മാർക്കിന്റെ ഇടതുവശവും ഇത് ആരോ മാർക്കിന്റെ വലതുവശവും കണ്ടല്ലോ. അപ്പൊ നമുക്ക് LHS RHS. ഓക്കെ, ഇനി ഇവിടെ ഏതൊക്കെ എലമെന്റ് ആണ് നോക്കാം. അലുമിനിയം, ഹൈഡ്രജൻ, ക്ലോറിൻ. ഹിയർ ഓൾസോ അലുമിനിയം, ഹൈഡ്രജൻ, ക്ലോറിൻ. ഇനി അലുമിനിയത്തിന്റെ ആറ്റം എത്രയാ? 1. ഹൈഡ്രജന്റെ ആറ്റം എത്രയാ? 1. ക്ലോറിന്റെ ആറ്റം എത്രയാ? 1. ഇവിടെയോ RHSല് അലുമിനിയം 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 3. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാം, നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ അറേഞ്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ആദ്യമേ ചാടിക്കൽ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി, മിക്ക കുട്ടികൾ ഇങ്ങനെ ഇക്വേഷൻ തന്ന് ചാടിക്കൽ ഇടയിൽ നമ്പർ ഇട്ട് ചൊല്ലുവാറുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്ത് തന്നെ പോകണം. ഓക്കെ, അപ്പൊ നമുക്ക് അലുമിനിയം ഓക്കെ ആണ് നോക്കിയേ. അലുമിനിയം ഓക്കെ ആണ്, hydrogen unbalanced ആണ്, chlorine unbalanced ആണ്. So we have to balance these two. അപ്പോൾ നമുക്ക് അലുമിനിയം നമുക്കൊന്ന് നോക്കിയാൽ അലുമിനിയം 1 ഉം അലുമിനിയം 1 ആണ്, അത് ബാലൻസ്ഡ് ആണ്, അത് ഓക്കെ, ശരി ഓക്കെ. ഇനി നമുക്ക് ഹൈഡ്രജൻ നോക്കിയാലോ. ഹൈഡ്രജൻ 2 ആണ്, ഇവിടെ ഹൈഡ്രജൻ 1 ആണ് അല്ലേ. അപ്പൊ ഹൈഡ്രജൻ 1 ആവുമ്പോൾ നമുക്ക് ഇവിടെ ഇത് ഹൈഡ്രജൻ 2 അല്ലേ, അപ്പൊ ഇവിടെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ ഹൈഡ്രജൻ എന്തായി? 2 ആയി. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ 2 കൊടുത്തേ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ്. എന്തുകൊണ്ട്? നമ്മളിപ്പോ ബോക്സ് വരയ്ക്കുമ്പോൾ
ഐഡിയ പിടിയിട്ടില്ല. എന്തിനാണ് ബോക്സ് വരച്ചതെന്ന? ബോക്സ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല, കോഎഫിഷ്യന്റ് വെളിയിൽ. അപ്പോൾ ഇവിടെ മാത്രമേ നമുക്ക് 2 കൊടുക്കാൻ സാധിക്കൂ. മനസ്സിലായല്ലോ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബോക്സ് വരച്ചത്. നിങ്ങൾ ആദ്യം ബോക്സ് വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ബോക്സ് വരയ്ക്കാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബോക്സ് ഞാൻ വരച്ചത്. ഇപ്പൊ ഐഡിയ പിടികിട്ടിയാണല്ലോ എന്തിനാണ് ഞാൻ ബോക്സ് വരച്ചത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ? എന്തിനാണ് ഞാൻ ബോക്സ് വരച്ചത് പിടികിട്ടിയല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? 2 ആണ് കൊടുക്കേണ്ടത് അല്ലെ? LHS 2 കൊടുക്കും. പിടികിട്ടില്ലേ? ഇനി അടുത്ത അപ്പൊ ഹൈഡ്രജൻ ഓക്കെ ആയി, ഇവിടെ ഹൈഡ്രജൻ ഓക്കെ ആയി. ഇനി ക്ലോറിൻ നോക്കിയേ, ക്ലോറിൻ 3 ആണ്, ഇവിടെ ക്ലോറിൻ 1 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഹൈഡ്രജൻ അലുമിനിയം, ഇവിടെ HCl ഓക്കെ, അലുമിനിയം 1 അലുമിനിയം 1, ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ 2, ഇത് രണ്ടും ഈക്വൽ ആയി. ഇനി ക്ലോറിൻ ആണ് നോക്കേണ്ടത്. ക്ലോറിൻ ഇവിടെ 2 ആയി നിൽക്കുക അല്ലേ? ക്ലോറിൻ ഇവിടെ ഈ ഹൈഡ്രജൻ നമ്മൾ രണ്ടും കൂടെ അപ്ലൈ ചെയ്തപ്പോൾ ഹൈഡ്രജൻ ഈക്വൽ ആയി. അപ്പം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. 2 ഹൈഡ്രജൻ ആണ് അല്ലെ? 2 ഇപ്പൊ ഈ 2 ഹൈഡ്രജനും ക്ലോറിനും ആവശ്യമാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ക്ലോറിൻ 2ഉം റൈറ്റ് സൈഡിൽ ക്ലോറിൻ 3ഉം. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ക്ലോറിൻ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കൊടുക്കാൻ ഇത് ഈവൻ നമ്പർ ആക്കണം. ഈവൻ നമ്പർ ആകണമെങ്കിൽ ഇവിടെ 2 കൊടുത്താലേ ഈവൻ നമ്പർ. 1 അല്ല, 1 + 1 = 3 ആവും. 2 കൊടുത്താൽ 6 ആവും. അപ്പൊ ക്ലോറിൻ 6 ആവും. അപ്പൊ ക്ലോറിൻ 6 ആവുമ്പോ നമുക്ക് ഇവിടെ ക്ലോറിൻ 6 ആക്കണ്ടേ? അപ്പൊ ക്ലോറിൻ 6. അപ്പൊ ഇവിടെ 6 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ എഴുതണ്ടേ? ക്ലോറിൻ. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെയാണ് പ്രോബ്ലം ചെയ്യണം. മാത്സ് പോലത്തെ പ്രോബ്ലം ഉണ്ട്, ചെയ്ത് മാത്രമേ ഇവിടെ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക് എന്താ കൊടുത്തേ? 6. അപ്പൊ അവിടെ ഹൈഡ്രജൻ എത്ര? ഇവിടെ നോക്കിയ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ നമ്മൾ 6 ആക്കണ്ടേ? അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പൊ നോക്കിയേ 3 2 6. അപ്പൊ എന്തായി? 6 ആയി. കണ്ടോ? അപ്പൊ ഹൈഡ്രജൻ 6 ആയി, ഹൈഡ്രജൻ അവിടെയും 6 ആയി. ഓക്കെ ആണല്ലോ? അലുമിനിയം അവിടെ എത്രയാണ്? 2 ആണ്. അപ്പൊ ഇവിടെ അലുമിനിയം 2 ആയി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവിടെയും 2 കൊടുക്കണ്ടേ? 2. അപ്പൊ ഇവിടെയും ഓക്കെ ആണല്ലോ? കണ്ടോ? അപ്പം ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2Al + 6HCl gives 3H2 + 2AlCl3. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ മാത്തമാറ്റിക്സിൽ വർക്കിംഗ് പ്രോബ്ലം ഉണ്ടല്ലോ അല്ലെ? അതുപോലെ നിങ്ങൾ LHS RHS നിങ്ങളുടെ വർക്ക് ചെയ്യണം. പെൻസിൽ കൊണ്ട് നിങ്ങൾ ഇവിടെ റബ്ബ് ചെയ്ത് നിങ്ങൾ നോക്കണം. കൊടുത്താൽ റൈറ്റ് ഹാൻഡ് സൈഡ് ശരിയാണോ? അപ്പൊ നിങ്ങൾ ഇവിടെ ശരി ഓക്കെ ആക്കിയതിനു ശേഷം നമ്മൾ ഒരു നമ്പർ കൊടുക്കുമ്പോൾ വേറൊരു എലമെന്റ് അത് ബാധിക്കും. കണ്ടോ? അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ഇറ്റ് ഈസ് ബാലൻസ്. അപ്പൊ ഇവിടെ എന്തായി? 3 ക്ലോറിൻ ആയി. ശരിയല്ലേ? എത്ര ക്ലോറിൻ? 6 ആയി അല്ലേ? ടോട്ടലി ഹൈഡ്രജൻ എത്രയായി? ഹൈഡ്രജൻ 6 ആയി. ക്ലോറിൻ എത്രയായി? 6 ക്ലോറിൻ. അവിടെയും 6 എത്രയായി? 6 ക്ലോറിൻ ആയി അല്ലേ? ശ്രദ്ധിച്ചു നോക്കി. ഇനി ഫൈനൽ ആൻസർ അലുമിനിയം 2 ഹൈഡ്രജൻ 6 ക്ലോറിൻ 6 ഇവിടെ നമ്മൾ അപ്ലൈ നോക്കിയാൽ അലുമിനിയം 2 6 ഹൈഡ്രജൻ കണ്ടോ? 3 2 6. മിക്ക ബുക്കിലെ 5 5 അല്ലേ സാർ? 5 അല്ലേ? ഇത് 5 അല്ലേ എന്നാണ് പറഞ്ഞത്. 5 അല്ല, പ്രോഡക്റ്റ് ആണ്. മനസ്സിലായി? 3 2 സബ്സ്ക്രിപ്റ്റ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ഇത് പ്രോഡക്റ്റ് ആണ്. 2 is a subscript. അപ്പൊ 3 2 6. അപ്പൊ 6 ഹൈഡ്രജൻ. This 6 chlorine. Again here is 6 chlorine. This was 3 subscript ആണ്. This one multiply 2 3 6. അലുമിനിയം വന്ന് 2 ഏ ഉള്ളൂ. ക്ലോറിൻ 6 ആണ്. ഇതാണ് ക്ലോറിന്റെ ഇവിടെ സബ്സ്ക്രിപ്റ്റ് ആണ് 3 എഴുതിയിരിക്കുന്നത്. So this one multiply with 2 3 6. So it is balanced. അപ്പൊ ഡിഗ്രി തോന്നുന്നു. അടുത്ത ഞാൻ ഇക്വേഷൻ എഴുതാം. Another equation N2 plus F2 gives NF3 nitrogen plus fluorine gives nitrogen trifluoride. अब ये एंगल നമുക്ക് ബാലൻസ് ചെയ്യാം. put it LHS RHS nitrogen fluorine here also nitrogen fluorine. Nitrogen എത്രയാണ്? atom, 2 atoms.
here also 2 atoms, nitrogen 1 atom, F 3 atoms. കണ്ടോ n 1 ഉള്ളൂ, 1 എത്രയാണ് nitrogen ഉള്ളൂ, nitrogen 1. ഇനി how it is balanced? See, so first of all we move right hand side of the nitrogen. Nitrogen is 1 atom, so we put how much? Here is nitrogen 2, so multiply with 2, so nitrogen 2i അല്ലേ. അപ്പൊ നമുക്ക് എവിടെ കൊടുത്താൽ 2, നമുക്ക് ഇവിടെ കൊടുത്താൽ 2, നമ്മൾ ബോക്സ് ആണ്, നമുക്ക് ഇമാജിൻ അല്ലേ, ഇമാജിൻ നമുക്ക് ഒരു വേലി ഉണ്ടെന്ന് ഫെൻസിംഗ് കൂടെ ഉണ്ടെന്ന് മനസ്സിൽ വെക്കുക, മനസ്സിലാവും. അതുപോലെ ആദ്യത്തെ ഇക്വേഷൻ ഞാൻ ബോക്സ് വരയ്ക്കാൻ കാരണം, സോ ഇമാജിൻ ദാറ്റ് ഹിയർ ഇസ് എ ബോക്സ് അല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക കറണ്ട് കമ്പി വേലി അല്ലേ, കറണ്ട് കമ്പി അല്ലേ, ഒരു ഫെൻസിംഗ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ, ഇവിടെ കറണ്ട് കമ്പി വെച്ചിരിക്കും. അതുപോലെ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. സോ ഇതിന്റെ കോഎഫിഷ്യന്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പം നൈട്രജൻ 2 ആയി, നൈട്രജൻ 2 ആയി. അപ്പൊ ഫ്ലൂറിൻ എത്രയായി? 6 ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് മൾട്ടിപ്ലൈ 2 3 6 4 in 6. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇതിനെ 6 ആക്കാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഇൻടു ഇതിനെ 6 ആക്കണം. അപ്പൊ 3 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ യു ഗെറ്റ് 6. അപ്പൊ ഇവിടെ എന്താ ചെയ്യണ്ടേ? 3 അപ്ലൈ ചെയ്യുക അല്ലേ. നമ്മൾ 3 അല്ലേ കൊടുത്ത 2 ന്റെ 3 മൾട്ടിപ്ലൈ, അപ്പൊ ഇവിടെ 3 കൊടുക്കുക. അപ്പൊ 3f2. അപ്പം ഇത് 6 ആയി, ഇവിടെ 6 ആണല്ലോ. അപ്പം ബാലൻസ്ഡ് ആയി. അപ്പൊ നൈട്രജൻ 2, നൈട്രജൻ 2, fluorine 6, fluorine 6. It is balanced. Okay. Anybody കിട്ടിയല്ലോ? ഇനി നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. N2 plus H2 gives NH3. നേരത്തെ ചെയ്ത പോലെ പെട്ടെന്ന് ചെയ്യാം, മനസ്സിലായല്ലോ. ഇത് നൈട്രജൻ 2, ഹൈഡ്രജൻ 2 അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? LHS പെട്ടെന്ന് പോട്ടെ, RHS, nitrogen, hydrogen, nitrogen, hydrogen. Here is 2 atom, here is 2 atom. Nitrogen is 1 atom, hydrogen is 3 atom. അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? നൈട്രജൻ 2 ആക്കാൻ വേണ്ടി into 2, അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് into 2, അപ്പൊ 2 ആണ് നമുക്ക് കൊടുക്കേണ്ടതല്ലേ. അപ്പൊ എന്തായി? 2 തന്നെ കിട്ടി. അപ്പൊ ഇവിടെ 2, അപ്പൊ നൈട്രജൻ ബാലൻസ്ഡ് ആയി. ഇനി നൈട്രജൻ നമ്മൾ 2 അപ്ലൈ ചെയ്തപ്പോൾ ഹൈഡ്രജൻ ഇൻക്രീസ് ആയി. ഹൈഡ്രജൻ എത്രയായി? 6 ആയി, 6 atoms ആയി. 2 3 6 അല്ലേ. അപ്പൊ ഇവിടെ 6 ആണെങ്കിൽ എന്ത് കൊടുക്കണം? ഇത് 6 ആകാൻ എന്ത് കൊടുക്കണം? ഇവിടെ 3 മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 6 ആയോ? അപ്പം 3 ഓക്കേ ആണല്ലോ. അപ്പം ബാലൻസ്. സി നൈട്രജൻ 2, നൈട്രജൻ 2, ഹൈഡ്രജൻ 6, ഹൈഡ്രജൻ ഇവിടെ എത്രയാണ്? 6. ഇറ്റ് ഈസ് ബാലൻസ്ഡ്. മനസ്സിലായോ? ഓക്കേ. നെക്സ്റ്റ് വൺ. അടുത്തെന്താ? P4O2 phosphorus plus oxygen gives phosphorus pentoxide. ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? ഉടനെ കൊടുക്കുക. LHS, RHS, phosphorus, oxygen, phosphorus, oxygen, atoms speed 4, oxygen 2. ഇത് എത്രയാ? P എത്രയാ? 2, oxygen 5. എങ്ങനെയാ ബാലൻസ് ചെയ്യേണ്ടത്? ആദ്യം ഇത് രണ്ടും അൺബാലൻസ്ഡ് ആണ്. ഫോസ്ഫറസിൽ LHSഉം RHSഉം അൺബാലൻസ്ഡ് ആണ്. ഓക്സിജനും LHSഉം RHSഉം അൺബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പം ഇവിടെ ഫോസ്ഫറസ് 4, അവിടെ ഫോസ്ഫറസ് 2. 4 ആക്കാൻ എന്ത് ചെയ്യണം? into 2 കൊടുക്കണം അല്ലേ. RHS 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്തായി? 4 ആയി. അപ്പൊ ഇവിടെ കൊടുക്കേണ്ട റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ പുട്ട് ഹിയർ. എന്താ മനസ്സിലായാലും എവിടെ കൊടുത്തത്? ഓക്കെ. അപ്പം ഇവിടെ 2, അപ്പൊ ഫോസ്ഫറസ് 4 ആയി. ഇവിടെ സ്പീഡ് സബ്സ്ക്രിപ്റ്റ് ആണ് 2 തന്നിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോസ്ഫറസ് 4, ഹിയർ ഇസ് ഫോസ്ഫറസ് 4, ബാലൻസ്ഡ് ആയി. പക്ഷേ ഓക്സിജൻ സബ്സ്ക്രിപ്റ്റ് 5 ആണ്. അപ്പൊ ഓക്സിജന്റെ ടോട്ടൽ ആറ്റംസ് എത്രയാണ്? 10 ആണ്. But 2 5s are 10. Here only 2. അപ്പൊ ഈ 2 ഇരിക്കുന്നതിനെ 10 എങ്ങനെയാകും? 10 കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ 2 കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 5 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 10 കിട്ടും. അപ്പൊ ഇവിടെ 5 ആണ് മൾട്ടിപ്ലൈ. അപ്പൊ 5 വേണം ഇവിടെ കൊടുക്കാൻ. മനസ്സിലായല്ലോ? അപ്പൊ 5O2. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 10 ആയി അല്ലേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നോക്കിയേ, P4 plus 5O2 gives 2P2O5. അപ്പം LHSഉം RHSഉം ബാലൻസ് ആണ്. ഫോസ്ഫറസും 4, ഫോസ്ഫറസ് ഓൾസോ 4, ഓക്സിജൻ here 10, ഇവിടെ ഓക്സിജൻ 10. ഇവിടെ കിട്ടിയല്ലോ. നിങ്ങൾക്ക് അത് വീണ്ടും വീഡിയോ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ ഇത്ര ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലോ. ഓക്കെ. ഇനി അടുത്ത ഇക്വേഷൻ നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ ഈ ഇക്വേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഐഡി പിടിയിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് വലിയ RbNO3
plus BeF2 gives BeNO3 plus RBF. അപ്പൊ ഇങ്ങനെ വരുന്ന കുട്ടികൾ ഭയക്കാറുണ്ട്. അയ്യോ ഇത് വലിയ എന്ത് ഇക്വേഷൻ ആണ്, ഇതിന്റെ പേര് പോലും അറിയത്തില്ല അല്ലെ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പം റുബിഡിയം നൈട്രേറ്റ് പ്ലസ് ബെറിലിയം ഫ്ലോറൈഡ് gives ബെറിലിയം നൈട്രേറ്റ് പ്ലസ് റുബിഡിയം ഫ്ലോറൈഡ് അല്ലേ. അപ്പൊ നമുക്ക് LHS RHS C ഏതൊക്കെ എലമെന്റാ? റുബിഡിയം, നൈട്രജൻ, ഓക്സിജൻ, ബെറിലിയം, ഫ്ലോറിൻ അല്ലേ. ഹിയർ ഓൾസോ റുബിഡിയം, നൈട്രജൻ, ഓക്സിജൻ, ബെറിലിയം, ഫ്ലോറിൻ. റുബിഡിയത്തിന്റെ ആറ്റം 1, നൈട്രജന്റെ ആറ്റം 1, ഓക്സിജൻ എത്രയാ? 3, ബെറിലിയം 1, ഫ്ലോറിൻ 2. ഹിയർ റുബിഡിയം 1, നൈട്രജൻ നോക്കിയേ, ഇനി ശ്രദ്ധിക്കണം. ഈ NO3 ബ്രാക്കറ്റിനകത്താണ് NO3. ഈ NO മാത്രം നോക്കി, N1 ആണ് അല്ലേ. പക്ഷെ ഈ ബ്രാക്കറ്റിനകത്ത് ഇരിക്കുമ്പോൾ ഈ സബ്സ്ക്രിപ്റ്റ് ഈ രണ്ടു പേർക്കും ആവശ്യമാണ്. നൈട്രജനും ആവശ്യമാണ്, ഓക്സിജനും ആവശ്യമാണ്. അപ്പൊ എന്നിന്റെ സബ്സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ 2 N എന്ന് പറയുമ്പോൾ നൈട്രജൻ 2 ആണ്. പക്ഷെ ഓക്സിജനെ സംബന്ധിച്ചിടത്തോളം സബ്സ്ക്രിപ്റ്റ് ഉണ്ട്. സോ ദിസ് വിൽ മൾട്ടിപ്ലൈ ദിസ് വൺ അല്ലേ. 2 മൾട്ടിപ്ലൈ. അപ്പൊ ഓക്സിജൻ എത്രയാണ്? 6 ആണ്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങൾ ആവശ്യത്തിനൊക്കെ ബ്രാക്കറ്റിനകത്തുണ്ടെങ്കിൽ, ബ്രാക്കറ്റിന് വെളിയിൽ സബ്സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ബാധകമായിരിക്കും, 2 എലമെന്റിനെ ബാധകമായിരിക്കും. ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട്. അടുത്ത ബെറിലിയം എത്ര? 1 ആണ്. RB 1 ആണ് അല്ലെ. നമ്മൾ എഴുതി ഫ്ലോറിൻ 1 ആണ്. ഇങ്ങനെ വേണം എടുക്കാൻ. ഇനി നമുക്ക് ബാലൻസ് ആണോ നോക്കാം. ഈ ടേബിൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാലൻസ് ആണോ നോക്കാം. റുബിഡിയം 1 ബാലൻസ്ഡ് ആണ്. നൈട്രജൻ 1, നൈട്രജൻ 2 അൺബാലൻസ്ഡ് ആണ്. ഓക്സിജൻ 3, ഇവിടെ ഓക്സിജൻ 6 അൺബാലൻസ്ഡ് ആണ്. ബെറിലിയം 1 ബാലൻസ്ഡ് ആണ്. ഇവിടെ ഫ്ലോറിൻ 2, ഫ്ലോറിൻ 1 അൺബാലൻസ്ഡ് ആണ്. അപ്പൊ ഇത് അൺബാലൻസ്ഡ് ഇക്വേഷൻ, അത് ബാലൻസ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത് റുബിഡിയം അല്ലേ 1, ഇവിടെ റുബിഡിയം 1 ബാലൻസ്ഡ് ആണ്. നൈട്രജൻ 1, നൈട്രജൻ 2. അപ്പൊ എന്ത് ചെയ്യണം നമുക്ക്? നൈട്രജൻ അവിടെ 2 ആക്കണ്ടേ. അപ്പൊ 2 ആക്കണമെങ്കിൽ ഇതിന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ആണ് അല്ലേ. അപ്പം നൈട്രജൻ എത്രയായി? 2 ആയി. അപ്പൊ നമുക്ക് ഈ 2 അവിടെ കൊടുക്കണ്ടേ. എവിടെ കൊടുക്കും? ഇതിനിടയിൽ ഒന്നും തിരികെ കയറ്റാൻ പറ്റില്ല. ബോക്സ് ഓർമ്മിക്കുക. ഇമാജിൻ there is a box. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾ നൈട്രജൻ പലരും ഇതിന്റെ ഇടയിൽ 2 എഴുതാറുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ 2 RBD ഇതിന്റെ ഇടയിൽ 2 കൊടുക്കാറുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞു നമ്പർ അതിന്റെ അടുത്ത് എൻറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നല്ലോണം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ഇവർക്ക് എല്ലാവർക്കും ബാധകമായിരിക്കും. 2 RB ആവും, 2 നൈട്രജൻ. നമ്മൾ നൈട്രജൻ വേണ്ടിയാണ് കൊടുത്തത്, പക്ഷെ ആ 2 ഇവർക്കെല്ലാം അഫക്റ്റ് ചെയ്യും. 2 RB ആവും, 2 നൈട്രജൻ ആവും, 6 ഓക്സിജൻ ആവും. കണ്ടോ? സബ്സ്ക്രിപ്റ്റ് O3 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യും. 4 ഓക്സിജൻ ആവും. അപ്പം നൈട്രജൻ 2 ആയി, ഓക്സിജൻ എത്രയായി? ഇവിടെ RHS അത് ഓക്കെ. ഇപ്പൊ നൈട്രജൻ 2 ആയി. ഓക്കെ, അത് ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ ഇവിടെ നോക്കുമ്പോൾ ഓക്സിജൻ 6 ആയി നിൽക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഓക്സിജൻ 6 ആണ്, ബാലൻസ്ഡ് ആണ്. അതായത് നോക്കിയാൽ ഓൾറെഡി 3 2 6. അപ്പൊ ഇവിടെ കൊടുത്തപ്പോ 6 വന്നു കഴിഞ്ഞു അല്ലേ. 2 3 ഓക്സിജൻ ഇവിടെ ബാലൻസ്ഡ് ആയി വന്നു. നമ്മൾ ഒരു നമ്പർ നൈട്രജൻ ആണ് കൊടുത്തത്, പക്ഷെ ഓക്സിജൻ ബാലൻസ് ആയി വന്നു. കണ്ടോ? അടുത്ത നോക്കിയേ ബെറിലിയം 1 ബെറിലിയം 1. ബെറിലിയം 1 ഇവിടെ ബെറിലിയം 1. സോ അതൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും 1 തന്നെയാണ്, അവിടെയും 1 തന്നെയാണ്. അവിടെ ഒന്നും ചെയ്യേണ്ട. അടുത്ത ഫ്ലോറിൻ 2. ഇവിടെ ഫ്ലോറിൻ 2, അവിടെ ഫ്ലോറിൻ 1 ഉള്ളൂ. അപ്പം ഇവിടെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ 2 അല്ലേ. അപ്പൊ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് 2 മൾട്ടിപ്ലൈ ഉണ്ട്. ഈ 2 ആണ് അവിടെ കൊടുക്കാനായിട്ട്. 2 എവിടെ കൊടുക്കും? ഇതിന്റെ ഇടയിൽ ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പല കുട്ടികളും ഇവിടെ എടുത്ത് കൊടുക്കാറുണ്ട്.
ചെയ്യാൻ പറ്റില്ല. ഇവിടെ കൊടുക്കാം, കോഎഫിഷ്യന്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം എത്രയായി? 2 ആയല്ലോ. ഫ്ലോറിൻ 2. ഇനി RB നോക്കിയേ, അവിടെ 2 കൊടുത്തപ്പോൾ RB 2, ഇവിടെയും 2. അപ്പൊ RB എന്തായി? 2 ആയി. ഇവിടെ എന്തായി? 2 ആയി. നോക്കിയേ, എല്ലാം ഈക്വൽ ആയി. കണ്ടോ? റിബീഡിയം 2, റിബീഡിയം 2, LHS നൈട്രജൻ 2, RHS നൈട്രജൻ 2, LHS ഓക്സിജൻ 6, RHS ഓക്സിജൻ 6, ബെറിലിയം 1, ബെറിലിയം 1, ഫ്ലോറിൻ 2, ഫ്ലോറിൻ 2. സോ ഇറ്റ് ഈസ് ബാലൻസ്ഡ്. മനസ്സിലായല്ലോ? ഇങ്ങനെ കുറെ കണക്കുകൾ ഇതിനിടയിൽ ഉണ്ട്. മനസ്സിലായി? ഇങ്ങനെ നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം. ഓക്കെ, ഈ രീതിയിൽ ഞാൻ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഇക്വേഷൻസ് നിങ്ങൾ ചെയ്തു നോക്കാം. സിമ്പിൾ അല്ലേ ഇതാ? ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.